Lisbeth. Welcome to Journeys. പാരീസിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ കേരളത്തിൽ RCM ആയുർവേദിക് വെൽനസ് സെൻറ്റർ നടത്തുന്ന ലിൻഡ രാഗേഷാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. നമുക്ക് ലിൻഡയെ വെൽക്കം ചെയ്യാം. വെൽക്കം ലിൻഡ. ഹായ് ലിസ്ബത്ത്. ലിൻഡയുടെ ഞാൻ ആദ്യം തന്നെ ചോദിക്കാം, ലിൻഡയുടെ ഫാമിലിയെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. ലിൻഡയുടെ ഒരു ഫാമിലി ആരൊക്കെയുണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയുമോ? ഓക്കെ, എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഞങ്ങൾ ഫ്രം ഇരിഞ്ഞാലക്കുട. ആക്ച്വലി എൻ്റെ ഫാദർ പേര് കാട്ടിക്കുളം ഭരതൻ. ഒരു അറൗണ്ട് 35 ഇയേഴ്സ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പാരീസിലായിരുന്നു ഫാദർ. മദർ ഇസ് എ ഹൗസ് വൈഫ്. ഞാൻ ജനിച്ചത്, ഞാനും എൻ്റെ സിസ്റ്ററും ജനിച്ചത് പാരീസിലാണ്. സോ ദെൻ after that we came back and then we settled here. I have one more brother. Sister പേര് ലക്കി എന്നാണ്. She is settled in UK. My brother is Lal. He is into automobile industry and he is settled in Irnalakuda itself. My mother is a housewife and she is actually the strong pillar in our house. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ I got married to Dr. Rakesh Chandran. He's a senior ophthalmologist. We have an RCM eye hospital, so he's working there. And I have 2 kids. രണ്ട് മക്കള്, ഒന്ന് Gautam Rakesh Chandra and Advait. Gautam is in 11th standard and Advait is in 7th standard. My in-law is Dr. Chandran, Dr. K. Chandran, and my mother-in-law is Kandi Chandran. Dr. K. Chandran is actually the founder of RCM Healthcare Group, and he started this initiative since around 1965. And he was actually an Ayurveda doctor by profession, and he started not only Ayurveda, he had allopathy. He started allopathy hospitals also in Tripunithura. In around 1980s he has started this group. ഇതാണ് ആക്ച്വലി എൻ്റെ കുടുംബം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. ഈ RCM, what does RCM stands for? RCM എന്ന് പറയുന്നത് രാഖി ചന്ദ്ര മെമ്മോറിയൽ എന്നാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ ഒരു മെമ്മോറിയലായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റൽസ് എല്ലാം അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത്. She passed away when she was 5 years old and she died of meningitis. So that is actually, and ഞങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിയുടെ പേരുകളാണ് ആക്ച്വലി RCM. So RCM Wellness Center, RCM Eye Hospital, so is named after her. And we have a manufacturing unit which is CKKM Pharmacy that has been started since 1965. അത് CK കുമാരൻ വൈദ്യർ എന്നുള്ള പേരിലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് അവർ ലേറ്റ് ഗ്രാൻഡ് ഫാദർ ഓൾസോ വാസ് ഇൻ ടു ആയുർവേദ ഇറ്റ് സെൽഫ്. ഹി വാസ് ഒരു ആയുർവേദ സ്കോളറായിരുന്നു ആൻഡ് ഹി വാസ് പണ്ടൊക്കെ പറയുന്ന പോലെ ഒരു വൈദ്യനായിരുന്നു. ആൻഡ് ഹി ഹാസ് റിട്ടൺ മെനി ബുക്സ് ഓൺ ആയുർവേദ ആൻഡ് ഹി വാസ് എ സാൻസ്ക്രിറ്റ് സ്കോളർ ഓൾസോ. അങ്ങനെയാണ് CKKM ഫാർമസി എന്നുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്തു മാനുഫാക്ചറിങ് സെക്ടർ. You actually studied computer engineering. Yes, yes. ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? Okay. So when I tell it, it's not like a journey. So I wanted to be a professional definitely. So ഞാൻ എടുത്തത് BTech computer science ആണ്. So just after my studies I got married. And I wanted to become actually a lecturer. I wanted to teach. So as soon as I got married, my husband, we went together to take his post graduation. So aa samayathe like when he was doing his post graduation in Bangalore, I was into teaching first. So I was teaching in Siddhartha Institute of Technology for around 3 years. Adu kayinittu we came back and we settled down in Tripunithura. അപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സിൽ കയറണമെന്നൊന്നും ആക്ച്വലി അന്നും
മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമൊന്നും ആയിരുന്നില്ല. ഐ വാസ് ഹാപ്പി ആക്ച്വലി to go back into teaching because ആ സമയത്ത് after 3 years actually I got pregnant and I was into maternity ഒരു പീരീഡിലായിരുന്നു. അപ്പോൾ കുട്ടികളെ നോക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ ഒരു ലൈക്ക് ഐ വാസ് കംപ്ലീറ്റ്ലി എൻഗേജ് വിത്ത് മൈ കിഡ്സ് എന്ന് പറയാം. സോ മക്കൾ കുറച്ചൊരു 3 വയസ്സൊക്കെ ആയി കഴിഞ്ഞു. ഫസ്റ്റ് എൽഡർ സൺ വാസ് ഒരു 3 വയസ്സായി കാണും. ആ സമയത്ത് മൈ ഹസ്ബൻഡ് ആക്ച്വലി വാണ്ടഡ് മീ ടു ഗെറ്റ് ബാക്ക് ഇൻ ടു business or I should be involved in whatever he do. So അങ്ങനെ ഒരു ആലോചന വന്നപ്പോഴാണ് he actually just introduced me to the eye hospital because ആ സമയത്ത് father-in-law was very active in Ayurveda, like running the Ayurveda hospital and Ayurveda manufacturing unit. So ആ സമയത്ത് ഫാമിലി ബിസിനസ്സിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ലൈക്ക് വി തോട്ട് ഓക്കെ he wanted actually to get involved and he wanted to start an optical shop in eye hospital, which was as an in-house optical shop. So that was actually my first step. I never thought that okay I can just be an entrepreneur and it was actually a comfort zone because it's inside the eye hospital and I have all the support of my husband എന്നുള്ള രീതിയിൽ I thought okay why can't I just give it a try. അങ്ങനെയാണ് ഒരു ബിസിനസ് ഓൺട്രപ്രനറിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ദാറ്റ്. So we started an optical shop and definitely whatever business we start we have to study about the subject. So അതിപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ I had a serious study in optometry അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ഓപ്റ്റിക്കൽസിനെ പറ്റിയും ലെൻസിനെ പറ്റിയിട്ടും ഫ്രെയിംസിനെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഒന്ന് പഠിച്ചിട്ടാണ് ആക്ച്വലി വി സ്റ്റാർട്ടഡ്. So it took me actually around 2 to 3 months to understand the things and then only we started. But it was actually a good success. Still it is running very good inside our eye hospital. So അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ I had definitely leniency since it is inside our hospital. I had a leniency that I can come back and take care of the kids. അപ്പോഴും കുട്ടികൾ വളരെ ചെറുതാണ്. രണ്ടാമത്തെ മകനുണ്ടായിരുന്ന ഒരു ടൈമിൽ I started to do my MBA when my son was around 2 years or something. അപ്പോൾ ആ സമയത്ത് I thought like I need to have some kind of academically I need to excel also, like I need to know what is like the technical terms in management business. So കുറച്ച് കാര്യങ്ങൾ അത് ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. So I did, it was not possible for me to go for a regular college, so I thought I go for an open university and I did my MBA in IGNOU. അത് കഴിഞ്ഞ് so I just got introduced into, I was actually passionate about Ayurveda even though I was പുറത്ത് നിന്നുകൊണ്ടാണ് അച്ഛൻ അന്ന് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണെങ്കിലും പുറത്ത് നിന്നുകൊണ്ട് I was observing what and all activities was going on. And with my interest I went for a course also, diploma in Ayurveda pharmacy, അതിന് കുറച്ച് പ്രൊഡക്ഷനിലും അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെക്ടറും. So yes, I did a diploma in that so that I wanted to know more about it. ഇന്നും I always think that acquiring knowledge about whatever subject that you want to work on, you need to know in and out. And I don't want to depend on someone that I need to get into your execution part to do the operation part. I think we always need to acquire knowledge and we have to keep on learning. It is very important. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആക്ച്വലി I just did it. Then and definitely my experience that പോയി ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്ഷൻ നിന്ന് പഠിച്ച് എടുത്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം എങ്ങനെയാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ റോ മെറ്റീരിയൽസ് ആൻഡ് ഹൗ ഈച്ച് മെഡിസിൻസ് ആർ പ്രിപ്പയർഡ് എന്നുള്ളത്. ഞങ്ങൾ ഇന്നും ട്രഡീഷണൽ മെത്തേഡിൽ തന്നെയാണ് ഇപ്പോഴും വിറക് അടുപ്പിലാണ് ഞങ്ങൾ മരുന്നുണ്ടാക്കുന്നത്. ഈവൻ ദോ ദർ ആർ ദ പാക്കിംഗ് സെക്ഷൻ ആൻഡ് അതർ sectors are semi-automated and automated machines ഒക്കെ ആണെങ്കിലും
ഞങ്ങൾ മരുന്നുണ്ടാക്കുന്നത് ഇപ്പോഴും ആ ഒരു തനിമ വിടാതെ വി ഡു ഇറ്റ് ഇൻ ദ മോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് വാട്ട് എവർ ഞങ്ങളെ അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ രീതികൾ ഇപ്പോഴും ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. So that always helped in keeping the authenticity and the goodness of the medicine എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. So if I tell that was actually, if I tell it's a big journey from that becoming and actually taking a career as a professional, as a software engineer. Instead of that, I took a U-turn that is completely very different. But innum namukku Ayurveda is something, it's not like innum nammade എന്താ പറയുക, it is actually close to nature and it is not apart from us. It's just, I think it's everyone is actually related to Ayurveda എന്ന് പറയുന്നുള്ളൂ. നമ്മളതിൽ ആ ഫീൽഡിനെ എടുത്ത് ബിസിനസ് ചെയ്യുന്നില്ല. എവ്രി വൺ ഇസ് നോട്ട് ഡൂയിങ് ബിസിനസ്, ബട്ട് ഐ തിങ്ക് ഇൻ വൺ ഓർ അതർ വേ എവ്രി വൺ ഇസ് റിലേറ്റഡ് ടു ആയുർവേദ. ബൈ നമ്മളിപ്പോൾ ചെറിയൊരു വീട്ടിൽ നമുക്ക് നമ്മുടെ മുത്തശ്ശിമാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ചെറിയൊരു ഒറ്റമൂലി അറിയാത്ത അതന്നെ ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും ഒരു ചുക്ക് കാപ്പിയിൽ ആക്ച്വലി വി ആർ യൂസിങ് ഓൾ ദ ആയുർവേദിക് ഹെർബ്സ്. ഓക്കെ, അപ്പോൾ അതിനെ അവെയർനെസ് കൊടുത്ത് അതിനൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റി അത് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോഴാണ് യു ക്യാൻ ടെൽ ദാറ്റ് യു ആർ ആക്ച്വലി ഇൻ ആയുർവേദ ബിസിനസ്. ബട്ട് വി ഇൻ വൺ ഓർ അതർ വേ വി ആർ ഓൾ റിലേറ്റഡ് ടു ആയുർവേദ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആയുർവേദ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ ഹാഡ് ആക്ച്വലി കുറച്ചൊരു physically he started to deteriorate because he was highly diabetic. ഒരു പെട്ടെന്നൊരു highly diabetic condition വന്ന് he got renal failure. So he went into കുറച്ചൊന്ന് പെട്ടെന്ന് ആൾക്ക് അസുഖം കൂടിക്കഴിഞ്ഞപ്പോൾ then we had to think about that he has to take rest and മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് ഹോസ്പിറ്റലൈസ് ആവുമെല്ലാം ആയി കഴിഞ്ഞപ്പോൾ we had to make him actually withdraw from his OPs and activities in the Ayurveda sector. So aa samayathu we were not actually prepared enough because it was a sudden change in his ആളുടെ ഒരു യൂഷ്വലി ആളുടെ ഒരു പെട്ടെന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് പെട്ടെന്നാണ് ആൾക്ക് he went into a worst condition. So we were not so prepared enough to take care of the Ayurveda business. Because my husband was completely involved. He's an ophthalmologist, ഞാൻ പറഞ്ഞല്ലോ. ഫുൾ ടൈം ഒ പിയിലും ആൾക്ക് സർജറീസും എല്ലാം ഹീസ് കംപ്ലീറ്റ്ലി ബിസി. എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു 100 OPs ഉള്ള ഒരു ഡോക്ടറാണ്. സോ for him to analyze and how to start it again was actually a big challenge. So unfortunately we had to shut down for two years before starting again. ആ 2 വർഷം we had to shut down and then wait for the right opportunity to. അപ്പോൾ ആ ഒരു 2 വർഷത്തിൽ അച്ഛൻ ഞങ്ങൾക്ക് അച്ഛൻ മരിച്ചിട്ട് 10 വർഷം ആയി. അപ്പോൾ ആ ഒരു 2 വർഷത്തിൽ we lost our father and by the time why we have shut down it was ഈ ഒരു pressure because I was also not so prepared to take care of completely the business. Even though നമ്മൾ acquiring knowledge and getting, it's not like running the show is little bit different. അതുകൊണ്ട് it took time and we wanted to start everything from scratch. സോ നമ്മളത് വീണ്ടും പുതിയ ലൈസൻസും ഇന്നത്തെ ഒരു ക്രൈറ്റീരിയയിൽ വേണ്ട that standardization, the licensing, that is we went for like we are ISO certified and GMP certified ആണ് ഇപ്പോൾ നമ്മുടെ കമ്പനി. So everything we started from the beginning again. അതിപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് അത് നമുക്ക് ബിക്കോസ് ടു അക്വയർ ഇന്നത്തെ ഒരു technically to get that license we had to completely change the environment and the situation of the factory. അപ്പോൾ അത് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. So we started again and 2 years was actually a big duration and we were almost out of the shelf, out of the market. So
coming back to the market was a big challenge. നമുക്കൊരു ലെഗസി ഉണ്ട്, നമുക്കൊരു ഗുഡ് വിൽ ഉണ്ട്. സോ ആൻഡ് ബൈ ദ ടൈം വി കെയിം ബാക്ക് ദർ ആർ, I think you know that there are so many Ayurveda companies now in the market. അപ്പോൾ തിരിച്ച് 2 വർഷത്തെ ഒരു ഗ്യാപ്പ് വാസ് ആക്ച്വലി വി നെവർ തോട്ട് ഇറ്റ് വിൽ ബി ഒരു വെരി ബിഗ് ചലഞ്ച് ടു കം ബാക്ക്, ബട്ട് ട്രൂലി ഇറ്റ് വാസ് എ ബിഗ് ചലഞ്ച്. സോ അന്ന് തൊട്ട് നമ്മൾ ശ്രമിച്ചത് വി ഹാവ് ടു കം ബാക്ക് ടു ദ മാർക്കറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് പീപ്പിൾ ഹാവ് ടു ആസ്ക് ഫോർ അവർ മെഡിസിൻസ് അഗെയിൻ എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളുടെ ഒരു ചലഞ്ച്. And we came back actually. So we started very slow. We started with ഞങ്ങൾ ആയുർവേദ മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മൾ we started from around some 50 classical products, and then minimal patent products were there, and now we come up to 300 classical products and more than 20 patent products ഇപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. And we are working around 200 dealers in Kerala nammalippo we are doing, and we are doing outside Kerala also, and we have export license and we are exporting. We are mainly associated with doctors, medical colleges, hospitals. We think that doctors always wants result, and they are looking only for good medicine which gives you a best result. അതുകൊണ്ട് I think we are actually the circle of doctors who really truly trust in our products. So ഞങ്ങൾക്ക് തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ it is not that we went into a search of retail market. We targeted actually, we went and actually met with doctors and medical colleges and hospitals, where the entry was actually a little bit harder, but once the entry was in and when they saw the result, namukku sustain cheyan korchum koodi was easy. So that is how we came back to the senior. എന്തൊക്കെ സർവീസസ് ആണ് RCM പ്രൊവൈഡ് ചെയ്യുന്നത്? Okay, RCM, so as I told, like we have like sister concerns on CKKM Pharmacy. CKKM Pharmacy is Ayurveda manufacturing sector. RCM Wellness Center is a hospitality center. So that is a completely full-fledged Ayurveda Panchakarma center where we we have, it's a residential, we have both. That is, people can come and do the treatment. അവർക്ക് ട്രീറ്റ്മെൻറ്റ് വന്ന് ഇവിടെ ചെയ്യാം. അതുകൂടാതെ ഇവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന we have a panel of doctors. So it is actually, we can tell it is a multi-speciality clinic, because we deal with all kinds of conditions. The skin conditions ആയെങ്കിലും like orthopedic related ആയിട്ടുള്ള conditions ആണെങ്കിലും arthritic condition, and we do even a condition of related to depression. We treat, we have like a few number of cases like autism, and ഇത് കൂടാതെ തന്നെ see, it's not only taking care of the conditions, lifestyle conditions. ഇപ്പോൾ lifestyle disorders ആണല്ലോ, ഇപ്പോൾ ഡയബറ്റീസും and like high blood pressure and all those things. അപ്പോൾ അത് prevention, because now people are actually coming in search of how to prevent it in a early age. അത് ആയുർവേദത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. Because Ayurveda is mainly of keeping your all levels and metabolism പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കാനുള്ള, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെഡിസിൻസ് ആണ്, ട്രീറ്റ്മെൻറ്റും ആണ് ആയുർവേദം പ്രൊവൈഡ് ചെയ്യുന്നത്. So people now are in search of prevention. Especially now, I think people, നമ്മൾ പലപ്പോഴും we had to convince people, and we had to give them awareness about that how much you have to prevent it. But in I think when the COVID came, now we don't have to convince people, and people are really much into getting more immunity based ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാനൊക്കെ now people are in search of what kind of immunity program can be done. Internal medicines എന്തെല്ലാം കഴിക്കാം, what kind of immunity based treatment you can do so that your body is fit enough and you are well.
that is body, mind and soul എങ്ങനെ കാര്യം because everything is related. If you take ആയുർവേദത്തിൽ എന്ന് വെച്ചാൽ യോഗ, meditation, everything is combined. It is not just taking കുറച്ച് മെഡിസിൻസ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. യു ആർ റെക്ടിഫൈങ് ആക്ച്വലി ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എനി കൈൻഡ്. നമ്മളുടെ see it is some kind of imbalance comes in your normal routine that affects your body and that should be rectified, and we are doing that to come back to the normal condition. അതിന് വേണ്ടിയിട്ട് all these treatments and medicines, everything is just complementing to get back to your normal condition. It's not that you just treating the ഒരു അസുഖത്തിനെ മാറ്റുക എന്ന് മാത്രമല്ല, come back to the how well you need to be. Yeah, other than wellness you have beauty care too, right? Yes. അതിനെപ്പറ്റി പറയൂ. ഞങ്ങൾ ബ്യൂട്ടി കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് many beauty programs, for example, that is as if എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഫേഷ്യൽസ് ആണ്, ഫേഷ്യൽസ് ഒക്കെ ആണെങ്കിൽ we do the facials without any chemicals. That is, ഇപ്പോൾ നമ്മൾ usually you have bleach and all is actually done with chemical bleaches ആണ് സാധാരണ available. That is what is available in the market. So what ഞാൻ ആക്ച്വലി അങ്ങനത്തെ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം I got to know many people who are hypersensitive in skin. So they have hypersensitive skin and they cannot tolerate ഇതുപോലുള്ള ബ്ലീച്ച് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ഒരു ഔട്ടർ സ്കിൻ ഒന്ന് റീജുവിനേറ്റ് ചെയ്യാനുള്ള വാട്ട് ആൻഡ് ഓൾ യു ക്യാൻ ഡു എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് we came into ഒരു 2-3 facials, that is ഞവര ഫേഷ്യൽ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, കുങ്കുമാതി തൈലം യൂസ് ചെയ്തിട്ടുള്ള ഫേഷ്യൽസ്, ഇതെല്ലാം റീജുമിനേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് വി ഡു ദ ഫേഷ്യൽസ്. ആൻഡ് വി ഹാവ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഓൾസോ. സോ യൂഷ്വലി ഹെയർ ട്രീറ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് കൂടുതലും ഒത്തിരി ഹെയർ ലോസ് വരുന്ന വ്യക്തികളുണ്ട്. സോ അവരുടെ it's a root based treatment, that is scalpine നമ്മൾ rejuvenate ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. So your stimulus, definitely when you do a kind of massages and you stimulate the points, stimulate the roots, അതൊന്ന് it automatically the balance of hair loss and hair growth നെ ബാലൻസ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സിന് പറ്റും. So that is what we do in ഇതുപോലുള്ള beauty treatmentsൽ. So all kinds of treatments that you get in the salon, we do it in Ayurveda based, ingredient based ആയിട്ടുള്ള treatments ആണ് what is available in RCM Wellness Center. You are also a classical dancer. How do you manage both? ഓക്കെ, ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിരിക്കുന്നത് when I was 6 years old, as all mothers കണ്ടുപിടിക്കുന്ന പോലെ അവരുടെ പെൺകുട്ടികൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ ഇഷ്ടമുണ്ടോ എന്നുള്ള വെരി യങ് ഏജ് ദി അണ്ടർസ്റ്റാൻഡ്. സോ ഒരു 6 years തന്നെ ഞാൻ മൈ മദർ ആക്ച്വലി ജോയിൻഡ് മീ ഇൻ എ ഡാൻസ് ക്ലാസ്സസ്. ആ സമയം തൊട്ട് അറൗണ്ട് ഒരു 10 years ഞാൻ പഠിച്ചിട്ടുണ്ട്. And do you continue it now? No, I am not continuing now. So ആ ഒരു സമയത്ത് like I used to perform mainly in temples. So before my marriage, till my marriage, I was performing in temples അങ്ങനത്തെയുള്ള ഫങ്ഷൻസിനൊക്കെ ചെയ്യാറുണ്ട്. But still I'm very fond of dance. So whatever functions, and I love to choreograph. I love to compose. And എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ I voluntarily I go and choreograph, or we used to have programs in our any kind of associations or അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ still, even though like we'll be busy in our business life, this actually makes us a stress buster ആണ്. And I never left dance actually. എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നിങ്ങളുടെ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻഡ് വെയർ ഡു യു സോഴ്സ് ദി ഇൻഗ്രീഡിയൻസ്? Okay, ഞങ്ങൾക്ക് we make around 300 classical products. അപ്പോൾ അത് ജനറൽ ക്ലാസിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയും. I think you would have heard about അരിഷ്ടം, കഷായം, ഘൃതം, ഗുളിക, ഇങ്ങനെയുള്ള 4 കാറ്റഗറിയിലായിട്ട് നമ്മൾ മെയിൻ കാറ്റഗറീസ് ആർ ദീസ്. സോ ഈ പറഞ്ഞൊരു കാറ്റഗറീസിൽ വി മേക്ക് അറൗണ്ട് 300 ക്ലാസിക്കൽ പ്രോഡക്ട്സ്.
അത് കൂടാതെ we have 20 around 20 patent products. So അതിൽ patent products എന്ന് പറയുന്നത് we have two types. One is actually under that is under prescription, that is the doctors prescribe ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത കുറച്ച് പേറ്റൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. ദറ്റ് ഇസ് ലൈക്ക് എ ജനറൽ ടോണിക് വി ഹാവ്, ആൻഡ് വി ഹാവ് ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന പേറ്റൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. ആൻഡ് വി ഹാവ് ഡെയിലി ഐ ഡ്രോപ്സ്, നേത്ര എന്ന് പറഞ്ഞ ഡെയിലി ഐ ഡ്രോപ്സ് ഉണ്ട്. And very recently, it's been around 2 to 3 years, we developed handmade soaps, which is completely chemical free ആണ്. We are getting a very good reviews about our soaps, and ഏത് ഹൈപ്പർ സെൻസിറ്റീവ് സ്കിന്നുള്ള ഒരു പേഷ്യൻറ്റിന് പോലും നമ്മുടെ സോപ്സ് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഔട്ട്ലെറ്റ്സ് എനിക്ക് തോന്നുന്നു, ഐ മീൻ സെൻറ്റേഴ്സ് 5-star ഹോട്ടൽസിലും ഉണ്ടല്ലേ? ഞങ്ങൾക്ക് we work as Ayurveda consultants also, wellness consultants. That is, anyone wants to start an Ayurvedic spa or Ayurvedic center, ഞങ്ങൾ കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വി ഹാവ് എ ഡിവിഷൻ അണ്ടർ ഞങ്ങൾ RCM ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ ഡിവിഷനിൽ തന്നെ വി ഹാവ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വേർ വി ടീച്ച് ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സും ഞങ്ങൾക്കുണ്ട്. സോ വെനെവർ പീപ്പിൾ വാണ്ട്സ് ടു സ്റ്റാർട്ട് എൻ ആയുർവേദിക് വെൽനസ് സെൻറ്റർ ഇൻസൈഡ് ദെയർ 5-star hotel, we tie up with them. And ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് വി സ്റ്റാർട്ട് എൻ ആയുർവേദ സെൻറ്റർ. സോ വി വിൽ ബി പ്രൊവൈഡിങ് the therapists, doctors and the medicines, and we will be, if otherwise we establish a unit inside and then we exit. ഞങ്ങളെല്ലാം അതിന് വേണ്ട ലൈക്ക് we give all the guidance to start an Ayurveda center inside their premises. So if we have actually done around more than 13 ഹോട്ടൽസിൽ നമ്മൾ കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദർ ആർ പ്രോപ്പർട്ടീസ് ദറ്റ് വി ഹാവ് വർക്ക്ഡ് അറൗണ്ട് ഒരു 3 to 4 years ഞങ്ങൾ അവർക്ക് ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്ത് ആൻഡ് ദെൻ വി എക്സിറ്റ്. ടീം ഓഫ് റിസർച്ച് പീപ്പിൾ? Yeah, we have a team of research people inside. ഞങ്ങളുടെ ഫാക്ടറിക്കാണ് ഞങ്ങൾക്കൊരു റിസർച്ച് ഡെവലപ്മെൻറ്റ് ഉള്ളത്. സോ ദാറ്റ് ഈസ് മെയിൻലി അണ്ടർ ഡോക്ടേഴ്സ്. So because we always believe that products need to be developed, and a product design I am actually I am involved in the product designs, because many of the products in the market many products needs to be presented in a better way. There are many products that ഇന്നത്തെ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടി വരുന്നത്. സോ വി ഹാവ് ടു റീവർക്ക് ഓൺ ദ പ്രോഡക്ട്സ് ആൻഡ് ദെൻ റീഇൻട്രൊഡ്യൂസ് മെനി പ്രോഡക്ട്സ് മേ ബി ഇൻ ന്യൂ പാക്കേജസ് ഓർ ഇൻ ന്യൂ ഫോംസ് ദാറ്റ് വി നീഡ് ടു പ്രസൻറ്റ് ടു ദ പീപ്പിൾ. സോ അതിലൊരു അവെയർനെസ് ഉണ്ട്, അതിലൊരു റിസർച്ച് ഉണ്ട്. വി ഹാവ് മേ ബി സംടൈംസ് വി നീഡ് ടു ഡു ക്ലിനിക്കൽ ട്രയൽസ്, that is like how it is working, and we have to check on the quality of the product. So research is always going on, not only on like new products develop cheya matralla. Every day we have a research on to keep products. Yes, definitely, because namla kundarna raw materials we are supposed to check the quality, so that it is taken care by the research, the lab. We have a lab inside, so every ingredients need to be tested, the quality, that there is a standard quality for every raw materials. For a new entrepreneur, what are the platforms that will help them grow? ഒരു ന്യൂ ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഐ ബിലീവ് ദറ്റ് വെൻ യു ആർ എ ന്യൂ ഓൺട്രപ്രണർ നൗ ദ പ്ലാറ്റ്ഫോം is numerous, and but definite ആയിട്ട് ഒരു ന്യൂ കമർ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവേണ്ട പ്ലാറ്റ്ഫോംസ് I believe is first platform is if you're able to network. That is the first network is actually your circle of friends, circle of your circle of friends, circle of family, and then you get into a circle of business friends. So karanam always I believe that see I got into a network. Maybe first network is actually was I told you, like we were working with the doctors first. So my first network was doctors, and when we got into interact with the medical colleges,
we got interacted with the medical students, because we know that like once they come to know about our products, definitely when they are going to start their own clinic, അവർ നമ്മളെ തേടി വരും എന്നുള്ളത് നമുക്ക് അറിയാം. So for us that was the case. But I would say that if a person, for example, a person who is just started to have a baking skill or has a passion in baking, and definitely what is the first step they take? They sell it to their friends, they sell it to their circle of family members, then they get into a network where there are business friends, business colleagues. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിംഗ് ഇസ് എ ബിഗ് മാർക്കറ്റ്, ആൻഡ് ഇന്ന് നെറ്റ്വർക്കിൽ is actually based on social networking. So you have such a big platform like Facebook and Instagram, like people get to know a product very fast. So I think like social media helps in a very economic way comparatively to any other platform. കാരണം ഇപ്പോൾ ഹാർഡ് കോപ്പി മീഡിയയിലുള്ള ഒരു ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ അത് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇസ് ആക്ച്വലി ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് ഇൻ ടു പീപ്പിൾ വെരി ഫാസ്റ്റ് ഫോർ എ ന്യൂ ഓൺട്രപ്രണർ. ആൻഡ് യാ, പുതിയ ഓൺട്രപ്രണറിന് പുതിയതായിട്ട് ഒരു ബിസിനസ്സിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ടിപ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഒരു ടിപ്പ് എന്ന് പറയാന്നുള്ളത്, see, an entrepreneur, it's you need to accept that every day is, you need to, it's like a journey. It's not like you have to reach a destination. ഇതിപ്പോൾ ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കണമെന്നല്ല. It's a journey that you have to enjoy every day. And so അങ്ങനെയാണെങ്കിൽ എന്ത് entrepreneurial journey നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ you have to definitely analyze that you have to live with it. അത് നമുക്ക് ഒരിക്കലും ഈ ഒരു ചെറിയൊരു ടൈം മാത്രം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചൊരു സമയം ഞാൻ ബിസിനസ് ചെയ്യാം, കുറച്ച് സമയം ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവമായിട്ട് ഒരു ബിസിനസ് സെക്ടറിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. യു നീഡ് ടു ഗിവ് റിയലി എ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒരു ഫോക്കസ് ഷുഡ് ബി ഓൺ യുവർ ബിസിനസ്. അപ്പോൾ അതിൽ ആ ബിസിനസ്സിന് വേണ്ട, ഇഫ് യു നീഡ് ടു അക്വയർ നോളേജ് ഓർ ഇഫ് യു നീഡ് ടു get into touch of people, or according to your business you have to move and if you are really you work hard and adu koodade oru systematic model, you have to have a systematic model, oru discipline in how to take up your business. So eppalum oru 5 year time la where are you going to reach with your business, you have to have that in the mind. And എൻ്റെ ഒരു opinion, everyone start a business thinking about എങ്ങനെ നമുക്ക് ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, like you think about infrastructure, you think about definitely how to take care of your business in terms of equipments, അതിനുള്ള കാര്യങ്ങൾ, like recruitment and everything, you think about that. പല ആളുകളും മറന്നു പോകുന്നത് is like you have to find a capital for your marketing also, because നമ്മളെല്ലാം അതിനുവേണ്ടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പൈസ എല്ലാം ചിലവാക്കി കഴിഞ്ഞിട്ട് you get stuck up when you have to get into your product into the market. So അതിനെപ്പോഴും people will lack fund when you come to that stage, and എന്ത് പറ്റും, you just become stagnant for some time. നമ്മളതിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ താഴെ പോകും. So I would say that definitely when you start a business you have to find some capital, and you have to think that you need to market. Other than marketing you cannot reach out to people. ശരിയായിരിക്കാം, നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കാം, പക്ഷെ അത് നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. You have to create awareness in the society, people around you. So what kind of product you make, and what is the quality, and why you're making, and it is making a difference in somebody's life, and that has to be known to people. അത് ആരും അറിയാതെ നമുക്കൊരു പ്രോഡക്റ്റിനെ, because product is equivalent to money.
സോ നമ്മളൊരു പ്രോഡക്റ്റ് വിറ്റ് പോവാതെ യു കനോട്ട് സസ്റ്റെയിൻ ദ ബിസിനസ്. സോ ഇറ്റ് ഈസ് ഐ തിങ്ക് ആ ഒരു the calculation in how you are starting the business from the beginning, that is financial discipline is very important. And many people doesn't just take it for granted that it is okay that to not keep up the finance and then they will വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു ഫിനാൻസ് അക്കൗണ്ട്സ് നോക്കാം എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് an entrepreneur should learn little bit of accounts, daily accounts, how to keep up the books and how to manage the cash flow. Okay, so that is your tip. Yes, of course. Until unless you don't know what is it coming inside, what is your input and what is your output, you cannot be a complete business person, entrepreneur. Yes. Thank you so much, Linda, Yeah. for coming to our show. ഇത്രയും ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി താങ്ക്സ്. Okay. നമുക്ക് വീണ്ടും കാണാം. Yeah, thank you. Thank you so much, Elizabeth. Thank you for watching Journeys. Please subscribe to our channel and press the bell button.